അർജുൻ രാജ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, എന്തായാലും ഗവർണറും പിന്നോട്ടില്ല, ഈ ദേശീയത രാജ്യസ്നേഹം എന്നിവയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം ഗവർണറും നടത്തുകയാണ്. ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റൊക്കെ കാണാം. ആ തരത്തിൽ എന്തായാലും സർക്കാർ ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഗവർണറും ഭാരതാംബയുടെ ചിത്രം വയ്ക്കാതെ ഒരു പരിപാടി നടക്കില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സംസ്ഥാന സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രജിഷ, തീർച്ചയായും ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന് സമാനമായ രീതിയിലേക്ക് രാജേന്ദ്ര അർലേക്കറും ഗവർണറായതിനു ശേഷം കേരളം മാറുകയാണ്. തെരുവിലേക്ക് ആ രാഷ്ട്രീയ പോര് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ആണ് രാജ്ഭവനിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. ബാരിക്കേഡ് വെച്ച പോലീസ് ഇപ്പോൾ ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ടെങ്കിലും കടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയേണ്ടത്. അല്പസമയത്തിനകം SFIയുടെ മാർച്ച് കൂടി ഇപ്പോൾ ഭവനിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഗവർണർക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇടത് സംഘടനകൾ സജീവമാക്കുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ആ പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. രാജ്ഭവനെ RSS ശാഖയാക്കാൻ അനുവദിക്കില്ല എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത്. SFIയുടെ മാർച്ച് കൂടി അല്പസമയത്തിനകം രാജ്ഭവനിലേക്ക് എത്തും. അങ്ങനെ രാജ്ഭവന് മുന്നിൽ തന്നെ വലിയ ഒരു സമരത്തിലേക്ക് അല്പസമയത്തിനകം കടക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതേ സമയത്ത് തന്നെ സർക്കാരിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായിട്ടുള്ള സമരം BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ, യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളും ഇപ്പോൾ ശക്തമാക്കാൻ പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കും ഔദ്യോഗിക വസതിയിലേക്കും മാർച്ച് നടക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അത് ഇടത് സംഘടനകളും BJP പോഷക സംഘടനകൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മുൻപ് ആരിഫ് മുഹമ്മദ് ഖാനും ഗവർണറും സർക്കാരും തമ്മിലുണ്ടായിട്ടുള്ള പോര് പോലെ ഇത് വീണ്ടും ഇപ്പോൾ രാജേന്ദ്ര അർലേക്കറും സർക്കാരും തമ്മിൽ എന്ന നിലയിലേക്ക് മാറുകയാണ്. അത് ഭരണപ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി എന്തുണ്ടാകുമെന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. വലിയ പോലീസ് സുരക്ഷ രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. 2 പാതകളും ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട്. 2 ഘട്ടമായി ബാരിക്കേഡുകൾ കെട്ടിയാണ് ഈ പ്രതിഷേധത്തെ ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പ്രസംഗം കഴിഞ്ഞ് കുറെ കൂടി പ്രതിഷേധം കുറെ കൂടി ശക്തമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ SFIയുടെ മാർച്ച് കൂടി രാജ്ഭവനിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ അത് വലിയ ഒരു സമരത്തിലേക്കൊക്കെ മാറുകയാണ്. ഗവർണർക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. രാജ്ഭവനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ RSSന്റെ ശാഖയാക്കാൻ അനുവദിക്കില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ വന്നത്. ഭരണഘടന അതിന്റെ ആമുഖ ഭാഗം ഉൾപ്പെടെ പോസ്റ്ററാക്കി ഫോട്ടോയാക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് രാജ്ഭവനെ RSSന്റെ ശാഖയാക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട CPIഎമ്മിന്റെയും LDFന്റെയും നേതാക്കളൊക്കെ ഗവർണർക്കെതിരായിട്ടുള്ള ഭാഷ കടുപ്പിച്ചിരുന്നു. RSS ശാഖയാക്കി രാജ്ഭവനെ തരം താഴ്ത്തരുതെന്ന് മുഖ്യമന്ത്രി തന്നെ കടുപ്പിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച രാജേന്ദ്ര അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനോട് ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേർത്തെളിവാണ് ഇപ്പോൾ തെരുവിലും കാണുന്നത്. ഏതെങ്കിലും തരത്തിലൊരു അനുനയ നീക്കത്തിന് ഇനി ഗവർണറോട് ഉണ്ടാകില്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനം കൂടിയാണ് ഇത്. നേരത്തെ നമുക്കറിയാം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണറായതിനു ശേഷം ഒരു തരത്തിലൊരു സമവായം അല്ലെങ്കിൽ ഒരു അനുനയ ശ്രമമാണ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ പിറന്നാളിനുൾപ്പെടെ ഗവർണർ വരുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി ഗവർണറെ സന്ദർശിക്കുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ തുടക്കത്തിൽ ഒരു സൗഹൃദ അന്തരീക്ഷം ഗവർണറും സർക്കാരും തമ്മിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഇടത്തു നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അത് രാജ്ഭവനിൽ പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികൾ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികളിൽ RSSന്റേതായി പറയപ്പെടുന്ന അല്ലെങ്കിൽ RSSും സംഘപരിവാറും ഉയർത്തുന്ന ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതോടുകൂടിയാണ് വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. ഈ ഭാരതാംബയെ അംഗീകരിക്കാൻ കഴിയില്ല, ഇത് എല്ലാ രാജ്യം ഒറ്റക്കെട്ടായി അംഗീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞാണ് ആദ്യം കൃഷിമന്ത്രി ആ പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നത്. അതിനും പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെ ഒരു രാഷ്ട്രീയ നിലപാട് പരസ്യമായി ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്കകത്ത് ആ വേദിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, അതിൻ്റെ ഭരണഘടനയാണ് അതിൻ്റെ നട്ടെല്ല്. അതല്ലാത്ത മറ്റൊരു രാഷ്ട്രസങ്കല്പ
നടപടിക്രമത്തെയും അംഗീകരിക്കില്ല എന്ന് വ്യക്തമായി ഗവർണറെ വേദിയിലിരുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രസംഗിച്ചത്. അതിനുശേഷം താൻ ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത് അസാധാരണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്, ഭരണ പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് കടക്കുന്നത്. കാരണം ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്. ഗവർണറെയും രാജ്ഭവനെയുമാണ് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനിക്കാതിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപമാനിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാജ്ഭവൻ അല്പസമയം മുമ്പ് പുതിയ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്.